Welcome to our channel. ജൂൺ 16 ശേഷം OTT-യിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ അറിയാം. മലയാളം സിനിമകൾ തുടങ്ങി ലോകമാകെയുള്ള OTT റിലീസുകൾ വരെ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകളെല്ലാം ഒറ്റ വീഡിയോയിൽ. നമ്പർ 1 പ്രിൻസ് ആൻഡ് ഫാമിലി. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ഷാരിസ് മുഹമ്മദ് തിരക്കഥ എഴുതി 2025-ൽ പുറത്തിറങ്ങിയ ഒരു മലയാളം കോമഡി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. മാജിക് ഫ്രെയിംസിലൂടെ ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ദിലീപ്, റാണിയ റാണ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, മഞ്ജു പിള്ള, ജോസുകുട്ടി ജേക്കബ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ചിത്രം ജൂൺ 20-ന് C5-ൽ റിലീസ് ചെയ്യും. നമ്പർ 2 ആലപ്പുഴ ജിംഖാന. 2025-ൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം സ്പോർട്സ് ഡ്രാമ ചലച്ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാൻ ഈ ചിത്രം സംവിധാനം ചെയ്യുകയും ശ്രീനി ശശീന്ദ്രനുമൊപ്പം തിരക്കഥ എഴുതുകയും രതീഷ് രവി സംഭാഷണങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. നസ്ലൻ ഗഫൂർ, ലുക്മാൻ, ഗണപതി പൊതുവാൾ, പടക്കളം സിനിമയുടെ നായകൻ സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജീൻ, ശിവ ഹരിഹരൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം ജൂൺ 13-ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ബസൂക. 2025-ൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക. ലീനോ ഡെന്നിസ് ആദ്യമായി സംവിധാനം ചെയ്ത ഈ ചിത്രം യൂഡിൽ ഫിലിംസും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്നു. മമ്മൂട്ടിയും ഗൗതം വാസുദേവ് മേനോനും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ചിത്രമാണ്. 2025 ഏപ്രിൽ 10-ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ബസൂകയ്ക്ക് റിവ്യൂകളിൽ നിന്നും നെഗറ്റീവ് അഭിപ്രായങ്ങൾ ലഭിക്കുകയും ഒടുവിൽ ബോക്സ് ഓഫീസ് ബോംബിൽ കലാശിക്കുകയും ചെയ്തു. ചിത്രം ഈ മാസം തന്നെ OTT-യിൽ വരാൻ സാധ്യതയുണ്ട്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായി. Number 4 ഗെറ്റ് സെറ്റ് ബേബി. മാർക്കോയുടെ ആഗോള വിജയത്തിനു ശേഷം മോളിവുഡിന്റെ യുവനടൻ ഉണ്ണി മുകുന്ദൻ തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT റിലീസിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ മനോരമ മാക്സ് നേടിയതാണ്. OTT റിലീസിനെ കുറിച്ച് ആദ്യം വന്ന റിപ്പോർട്ട് ഏപ്രിൽ അവസാന വാരം OTT റിലീസ് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ചിത്രം ഇതുവരെയായും OTT റിലീസ് ചെയ്തിട്ടില്ല. കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായി. Number 5 കേരള ക്രൈം ഫയൽസ്. ഒരു ഇന്ത്യൻ മലയാളം ഭാഷ ക്രൈം ഡ്രാമ വെബ് സീരീസാണ്. അഹമ്മദ് ഖബീർ സംവിധാനം ചെയ്ത് ആഷിഖ് ഐമർ എഴുതി അജു വർദിസ് ലാൽ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. കേരള ക്രൈം ഫയൽസിന്റെ ആദ്യ സീസൺ 2023 ജൂൺ 23-ന് പുറത്തിറങ്ങി. ഇതിന്റെ രണ്ടാമത്തെ സീസൺ ജൂൺ 20-ന് പുറത്തിറങ്ങും. ഇനി നമുക്ക് OTT-യിൽ ഇറങ്ങുന്ന തെലുങ്ക് സിനിമകൾ നോക്കാം. നമ്പർ 1 ആ ഒക്കത്തി അടക്കു. മലി അംഗം സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ തെലുങ്കു ഭാഷ റൊമാന്റിക് കോമഡി ചിത്രമാണ് ആ ഒക്കത്തി അടക്കു. രാജീവ് ചിലകിയാണ് ഇത് നിർമ്മിക്കുന്നത്. ചിലക പ്രൊഡക്ഷൻസിന് കീഴിൽ ഭരത് ലക്ഷ്മി പതിയുമായി സഹനിർമ്മാണം. അല്ലാരി നരേഷ്, ഫറിയ അബ്ദുള്ള, വെണ്ണല കിഷോർ, ജാമി ഈവർ, ഹർഷ ചെമുഡു, ഹരി തേജ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം ഈ മാസം 12-ന് റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്പർ 2 സുഭാം. കനകവല്ലി ടോക്കീസിനൊപ്പം ത്രലാല മൂവിംഗ് പിക്ചേഴ്സിന്റെ ബാനറിലൂടെ സാമന്ത് നിർമ്മിക്കുകയും പ്രവീൺ കാന്ത്രഗുലെ സംവിധാനം ചെയ്ത സിനിമയാണ്. ചിത്രത്തിൽ ഹർഷിത് റെഡ്ഡി, ഗവി റെഡ്ഡി, ശ്രീനിവാസ്, ചരൺ പേരി, ശ്രിയ കോന്തം, ശ്രാവണി ലക്ഷ്മി, ശാലിനി കൊണ്ടേപുടി, വംശിധർ ഗൌഡ് എന്നിവരും ഉൾപ്പെടുന്നു. ചിത്രം ജൂൺ 13-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യും. നമ്പർ 3 11. ലോകേഷ് അജൽസ് രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് 11. 2025-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പാടുന്ന സിനിമയാണ് 11. തമിഴിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ച ഈ ചിത്രം നവീൻ ചന്ദ്രയും റിയ ഹരിയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ഡി ഇമ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം കാർത്തിക് അശോകനും എഡിറ്റിംഗ് NB ശ്രീകാന്തും നിർവഹിച്ചിരിക്കുന്നു. ജൂൺ 13-ന് ആഹാ തമിഴ് OTT റിലീസ് ചെയ്യും. ഇനി നമുക്ക് OTT-യിൽ ഇറങ്ങുന്ന തമിഴ് സിനിമകൾ നോക്കാം. നമ്പർ 1 രസവതി ദി ആൽക്കമിസ്റ്റ്. 2024-ൽ പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ തമിഴ് ഭാഷ റൊമാന്റിക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ശാന്തകുമാർ രചനയും നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്നു. അർജുൻ ദോസ്, തന്യ രവിചന്ദ്രൻ, രേഷ്മ വെങ്കടേഷ്, സുജിത് ശങ്കർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. സൗണ്ട് ട്രാക്കും പശ്ചാത്തല സംഗീതവും എസ് തമനാണ് ഒരുക്കിയിരിക്കുന്നത്. ഛായാഗ്രഹണവും എഡിറ്റിംഗും ശരവണ നിളവരസു, ശിവ GR സെൻ, VJ സാബു ജോസഫ് എന്നിവർ ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം ഒരു വർഷത്തിനു ശേഷമാണ് OTT റിലീസിനെത്തുന്നത്. ജൂൺ 21-ന് ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോം ചിത്രം റിലീസ് ചെയ്യും.
ഇനി നമുക്ക് ബോളിവുഡ് OTT റിലീസുകൾ നോക്കാം. നമ്പർ 1 ഗ്രൗണ്ട് സീറോ. തേജസ് പ്രഭ വിജയ് ദിയോസ്കർ സംവിധാനം ചെയ്ത് എക്സൽ എന്റർടൈൻമെന്റിന്റെ കീഴിൽ റിതേഷ് സിധ്വാനി, ഫർഹാൻ അക്തർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണ് ഗ്രൗണ്ട് സീറോ. 2003 ഗാസി ബാബ എന്നറിയപ്പെടുന്ന തീവ്രവാദി റാണ താഹിർ നദീം കൊല്ലപ്പെട്ട ഓപ്പറേഷന് നേതൃത്വം നൽകിയ BSF ഓഫീസർ നരേന്ദ്രനാഥ് ദർ ദുബെയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ഇമ്രാൻ ഹാഷ്മി, സായ് തംഹങ്കർ, സോയ ഹുസൈൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ചിത്രം ജൂൺ 20 പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്യും. നമ്പർ 2 കേസരി ചാപ്റ്റർ 2 ദി അൺട്രോൾഡ് സ്റ്റോറി ജസ്റ്റ് ജാലിയൻ വാലാബാഗ് എന്ന 2025 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷാ ചിത്രമാണ്. കരൺ സിംഗ് ത്യാഗി സംവിധാനം ചെയ്ത ധർമ്മ പ്രൊഡക്ഷൻസ്, ലിയോ മീഡിയ കളക്റ്റീവ്, കേപ്പ് ഓഫ് ഗുഡ് ഫിലിംസ് എന്നിവർ ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. സി ശങ്കരൻ നായരെയും 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും കേന്ദ്രീകരിച്ച് രഘു പാലാട്ടും പുഷ്പ പാലാട്ടും ചേർന്നെഴുതിയ ദി കേസ് ദാറ്റ് ഷുക്ക് ദ എംപയർ എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കഥ. ഈ ചിത്രത്തിൽ അക്ഷയ് കുമാർ നായരെ അഭിനയിക്കുന്നു. കൂടാതെ ആർ മാധവനും അനന്യ പാണ്ഡെയും അഭിനയിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ 106ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 ഏപ്രിൽ 18 ഇത് പുറത്തിറങ്ങി. ഇന്നും മികച്ച അഭിപ്രായങ്ങൾ നേടി. ചിത്രം ജൂൺ 13 OTT റിലീസ് ചെയ്തു. നമ്പർ 3 ഡിറ്റക്റ്റീവ് ഷെർഡിൽ. 2025 പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷാ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഷെർഡിൽ. Z5 പ്രൊഡക്ഷൻസിന്റെ കീഴിൽ മൻമീത് സിംഗ്, റോഹ്നി സിംഗ്, അലി അബ്ബാസ് സഫർ എന്നിവരുമായി സഹനിർമ്മാതാവ് രവി ഛബ്രിയ സംവിധാനം ചെയ്ത ചിത്രമാണിത്. ചിത്രത്തിൽ ദിൽജിത് ദോസഞ്ച്, ബൊമൻ ഇറാനി, റെഡ്ന പദ്ധക്ഷ, ചങ്കി പാണ്ഡെ, ഡയാന പെൻഡി, ബനിത സന്ധു എന്നിവർ അഭിനയിക്കുന്നു. ചിത്രം 2025 ജൂൺ 20 Z5-ൽ റിലീസ് ചെയ്യും. ഏറ്റവും അവസാനമായി ഹോളിവുഡ് ചിത്രങ്ങൾ നോക്കാം. നമ്പർ 1 ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. 2025 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഫാന്റസി സാഹസിക ചിത്രമാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. 2010 പുറത്തിറങ്ങിയ ഡ്രീം വർക്സ് ആനിമേഷൻ നിർമ്മിച്ച റീമേക്കാണിത്. 2003 പുറത്തിറങ്ങിയ ക്രിസിഡ കോവലിന്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ഇത് നിർമ്മിച്ചത്. ഡീൻ ഡബ്ലോയിസ് സഹനിർമ്മാതാവായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മേസൺ തേംസ്, നിക്കോ പാർക്കർ, ഗബ്രിയൽ ഹോവൽ, ജൂലിയൻ ഡെന്നിസൺ, ബ്രോൺവിൻ ജെയിംസ്, ഹാരി ട്രെവൽവിൻ, പീറ്റർ സെറാഫിനോവിറ്റ്സ്, നിക് ഫ്രോസ്റ്റ് എന്നിവർ അഭിനയിക്കുന്നു. ജെറാർഡ് ബട്ട്ലർ ആനിമേറ്റഡ് ചിത്രങ്ങളിലെ സ്റ്റോയിക് ദ വാസ്റ്റ് എന്ന കഥാപാത്രത്തെ വീണ്ടും അവതരിപ്പിക്കുന്നു. ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ. സിനിമകൾ ഫ്രീയായി കാണാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലഗ്രാം ചാനൽ സന്ദർശിക്കൂ.